അച്ഛാ, വഴിപാടിന് രസീത് എടുത്തോളൂ. സുഖു, നീ അമ്പലത്തിലൊക്കെ വന്നു തുടങ്ങിയോ? അല്ല, അത് പിന്നെ ഞാൻ അമ്മയ്ക്ക് വേണ്ടി ഒരു വഴിപാട് കഴിപ്പിക്കാനായിട്ട്. എങ്ങനെയുണ്ട് ഇപ്പൊ അമ്മയ്ക്ക്? ഒരു വ്യത്യാസമില്ല, അതേ കിടപ്പ് തന്നെ. ഇന്ദു, ഈ ഭക്തിയും പ്രാർത്ഥനയൊക്കെ നല്ലത് തന്നെ. അതുകൊണ്ട് മാത്രം ഉദ്ദേശിച്ച കാര്യം നേടുമെന്ന് തോന്നുന്നില്ല. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്ന് ഒരു ഇന്റർവ്യൂവിന് വിളിച്ചിരിക്കുന്നു. 9 മാസത്തേക്കുള്ള ഒരു താൽക്കാലിക പോസ്റ്റിംഗ്, ടീച്ചറായിട്ട്. നിനക്കൊരു ജോലി വേണമെന്ന് എനിക്ക് നിർബന്ധമില്ല. എനിക്കുണ്ട്. അറിവ് വർദ്ധിപ്പിക്കാനല്ല ഞാൻ പഠിച്ചത്, ഒരു ഉദ്യോഗം നേടാൻ തന്നെയാ. എന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച അച്ഛനോടും കുടുംബത്തോടുള്ള എന്റെ കടപ്പാട് തീർക്കാൻ. അതിനുവേണ്ടി മറ്റുള്ളവർ എത്ര കാലം കാത്തിരിക്കണമെന്നാ? ജോലി കിട്ടുന്നവരെ എന്ന് പറഞ്ഞാൽ ഒക്കില്ല. അതിനൊരു ടൈം ലിമിറ്റ് ഫിക്സ് ചെയ്യണം. മാക്സിമം 1 ഇയർ. നമസ്കാരം. കേശവ പിള്ളയോ? സുഗുനെ ഞാൻ അമ്പലത്തിൽ വെച്ച് കണ്ടിരുന്നു. ഇവന്റെ കാര്യം പറയാൻ തന്നെയാ ഞാൻ വന്നത്. ഗൾഫിൽ സുഗു ജോലിക്ക് അപേക്ഷിച്ച കമ്പനിയിൽ നിന്ന് വിസയും ടിക്കറ്റും വന്നു. പലപ്പോഴായി എന്റെ പ്രാരാബ്ധങ്ങൾ പറഞ്ഞ് നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. പകരം ഈ സന്തോഷം ആദ്യമായി നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി. എല്ലാം ദൈവാനുഗ്രഹം എന്ന് ധരിക്കുക. മാധവൻ നായർക്ക് അറിയുവോ, ശാരദയുടെ കിടപ്പിനേക്കാൾ കൂടുതൽ ജോലിയൊന്നുമില്ലാതെ പാർട്ടി പ്രവർത്തനമായി നടക്കുന്ന ഇവനെ ഓർത്തിട്ടായിരുന്നു എനിക്ക് വിഷമം. നന്നായി വരട്ടെ. ഇന്ദു എം നായർ, MA ലിറ്ററേച്ചർ, BA ഡെൻഫീൽ, എല്ലാം ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ. അല്ല, സിറ്റിയിൽ നിന്ന് വിട്ട് അകലെ പോയി ജോലി നോക്കാൻ പറ്റുമോ? എവിടെയായാലും പോകാൻ സർ, ഒരു ജോലി കിട്ടിയാൽ മതി. ഗുഡ്. ഇനി വല്ലതും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. നോ, ഇറ്റ്സ് ഓക്കെ. എന്താ പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം? ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. പാർട്ടിയിലെ ചിലർക്കൊക്കെ എന്നെ കുറിച്ച് സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. പോകാൻ വരട്ടെ. നാട് വിടുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കണക്കുകൾ തീർക്കാണ്ട്. വാ, നമുക്ക് ശിവേഷിന്റെ അടുത്ത് പോകാം. പറഞ്ഞത്
പൊയ്ക്കോളും. പോകാനല്ലേ പറഞ്ഞു. ഇവിടെ ഒന്നും നടന്നിട്ടില്ല, അച്ഛനൊന്നും കണ്ടിട്ടില്ല. മനസ്സിലായില്ലേ? പോകാൻ പോകാൻ. എന്തിനാടാ ഇവന്മാരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ആരെങ്കിലും കണ്ടാൽ? മുതലാളി, അത് സുകുമാരനെ അവന്മാര് തട്ടി. ഇവര് കഷ്ടി രക്ഷപ്പെട്ടതാ. ഇനിയും പുറത്തു നിർത്തിയാൽ വേണ്ട. ഇവന്മാരെ കോയമ്പത്തൂരേക്ക് പറഞ്ഞു വിട്ടേര്, നമ്മുടെ ബോട്ടിലിംഗ് സെന്ററിലേക്ക്. അവിടെയാണ് കൂടുതൽ സേഫ്റ്റി. ബാക്കി കാര്യങ്ങൾ നമുക്ക് ആലോചിച്ച് ചെയ്യാം. പൊയ്ക്കോ. ശരി. സുഗുവിനെ കൊന്നത് അവന്റെ പാർട്ടിക്കാരാണെന്ന് എനിക്കുറപ്പുണ്ട്. മുമ്പ് സുഗുണനെയും ചന്ദ്രനെയും കൊന്ന കേസിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അവന്റെ പേരിൽ സംശയമുണ്ടെന്ന് ഇന്നലെ അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോൾ സുഗു എന്നോട് പറഞ്ഞിരുന്നു. അതുപോലെ നമ്മളുമായി നടത്തിയ രഹസ്യബന്ധത്തിലും. എന്താ സാർ ഇതൊക്കെ? അറിയില്ലടാ, ഒരുത്തനെ കുത്തിക്കീരി കൊന്നിട്ട് ചോദിക്കുന്നതാ. എവിടാ മറ്റുള്ളവരൊക്കെ? എന്നാ അമ്മച്ചി? എടി, തുറയില് പോലീസ് ഇറങ്ങിയിരിക്കുന്നു. നീ ചാരായ കുപ്പിയൊക്കെ എടുത്ത് അകത്ത് പോയി അതിന്റെ കുപ്പി കൊണ്ട് വന്നോ. എന്താടാ ഇത്? കുടിക്കാനുള്ള വെള്ളം തണുക്കാൻ വേണ്ടി കുഴിച്ചിട്ടതാ. കിണറിൽ വാട്ടർ. ഇങ്ങട് ഇങ്ങോട്ട് വാടാ. അടിക്കരുത് സാറേ. ആകത്താരെങ്കിലും ഉണ്ടോടി? ഇനി നിന്റെ മോള് പെണ്ണങ്ങ് വളർന്നു പോയല്ലോടി. കഴിഞ്ഞ ആഴ്ച ഈ തുറയിൽ കമ്മ്യൂണിസ്റ്റുകാരും BSSകാരും തമ്മിൽ ഒരു സംഘടന നടന്നില്ലേ? അതിലൊരു കമ്മ്യൂണിസ്റ്റുകാർ ഇന്നലെ രാത്രി കൊല്ലപ്പെട്ടിരിക്കുകയാണ്. സത്യം പറ, ഇനി ആരൊക്കെ അവിടെ BSSകാരുള്ളത്? എനിക്കറിയില്ല സാർ. ഞങ്ങൾ ആ സംഘത്തിലൊന്നും പെട്ടവരല്ല സാർ. സംഘത്തിൽപ്പെട്ടവനല്ലെങ്കിൽ താൻ ഇതിനോട് ഓടിയത്? ഇത്രയൊക്കെ പ്രയാസപ്പെട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചത്? അത് പിന്നെ പോലീസുകാരെ കണ്ട എനിക്ക് പേടിയാ. ഓ, പോലീസിനെ പേടിയാണല്ലേ? സർ, ഇവൻ ആ സംഘത്തിൽപ്പെട്ടവനല്ല സർ, നസ്രാണിയാ. ചേച്ചി, ചേച്ചി, എന്തടി? ചേട്ടനെ അറസ്റ്റ് ചെയ്തു കൊലക്കുറ്റത്തിന്. എന്റെ കുഞ്ഞ് ഞങ്ങളെ വിട്ടേച്ചു പോയപ്പോ ഗൾഫിലേക്ക് പോകാൻ. അയ്യോ, എന്റെ മോനെ എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. ഫോണുണ്ട്. പിന്നെ വിളിക്കാൻ പറയടോ. ക്ലിഫ് ഹൗസ് PA.
സർ താൻ എവിടെ പോയി കിടക്കായിരുന്നോ? ഞാൻ ആ മർഡർ കേസിൽ പിടിച്ചവരെ ക്വസ്റ്റ്യൻ ചെയ്യായിരുന്നു. ASP ഇവിടെ ഇല്ല സർ. ഈ കേസിന്റെ ഇൻവെസ്റ്റിഗേഷനുമായിട്ട്. വേണ്ട, ഈ കേസ് താൻ ഇനി അന്വേഷിക്കണ്ട. ASP പറഞ്ഞേക്ക്. താൻ ഇങ്ങോട്ട് വാ. സർ, റാസ്കൽ കാഴ്വരുടെ മോൻ. എന്താണ് സർ? ആ നമ്പ്യാരെന്നെ വിളിച്ചതാ ചേറ്റ. പാളയ സ്റ്റേഷൻ എന്റെ കീഴിൽ വെറും PC ആയിരുന്നവനാ നാറി. CM-ന്റെ കുണ്ടി വാങ്ങി അവനിപ്പ PI. ASP പോസ്റ്റും. കഷ്ടപ്പെട്ട് നമ്മള് കേസ് അന്വേഷിക്കുക, പ്രതികളെ പിടിച്ചോണ്ട് വരിക, എന്നിട്ട് ഇപ്പൊ പറയുന്നൊന്നും വേണ്ടെന്ന്. ബാക്കി പറയാൻ എന്നെ അങ്ങോട്ട് വിളിച്ചേക്കുക. ASP ഒന്നാ പറഞ്ഞേക്ക്, ഞാൻ അങ്ങോട്ട് കെട്ടിയെടുത്താന്ന്. ശരി സാർ. എന്താ സാർ, എനിക്കൊരു പരാതിയാണെങ്കിൽ എവിടെ കൊടുത്തേക്ക്. ഓ, ദാ എന്താ സർ? ഇന്നലെ നടന്ന കൊലപാതകത്തിന്റെ അതിന്റെ ദൃക്സാക്ഷിയാണ് ഞാൻ. എല്ലാം ഇതിൽ എഴുതിയിട്ടുണ്ട്. സാറിന് എന്നെ മനസ്സിലായില്ലേ? കുഞ്ഞിക്കുട്ടൻ. അതെ സർ, ചെമ്മങ്ങാട് UP സ്കൂളിൽ സാറിനെ പഠിപ്പിച്ചിട്ടുണ്ട്. വരൂ സാർ, നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കാം. സാർ ഈ കാണിക്കുന്ന ഒരു സാഹസമാണ്. സ്വന്തം മകനെതിരായിട്ട് തന്നെ. ഇവിടെ എത്രയോ കൊലപാതകങ്ങൾ നടക്കുന്നു. കള്ളക്കടത്ത്, പെൺവാണിഭം, കള്ളനോട്ടടി. ഇതിലെ കുറ്റക്കാരെ പോലീസുകാർക്ക് അറിയാഞ്ഞിട്ടല്ല. പ്രതികൾ ഭരണകക്ഷിയിൽപ്പെട്ട ആളാണെങ്കിൽ കേസെടുത്തവൻ പെടും. അവന്റെ തൊപ്പി പോവും. ഇല്ലെങ്കിൽ ട്രാൻസ്ഫറോ സസ്പെൻഷനോ ഉറപ്പ്. ഈ കൊലക്കേസ് തന്നെ തുടർന്ന് അന്വേഷിക്കേണ്ടെന്ന മോളിൽ നിന്നുള്ള ഉത്തരവ്. അതിനെതിരായിട്ട് ഇവിടെ ആരും പ്രവർത്തിക്കില്ല. അതിനിടയിൽ ഈ സാക്ഷിമൊഴിക്ക് എന്താവില്ല? സ്വന്തം മകനായ ശിവദാസനെ സാർ അംഗീകരിക്കുന്നില്ലെങ്കിലും അദ്ദേഹത്തിന്റെ പ്രവൃത്തിയെ ആദരപൂർവ്വം നോക്കിക്കാണുന്ന ആയിരങ്ങളുണ്ട് ഇവിടെ. എന്തെങ്കിലും കാരണമില്ലാതെ സഖാവ് അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പ്രവർത്തനത്തിലില്ലെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഞാനും ഒരു കമ്മ്യൂണിസ്റ്റുകാരനാ. സ്റ്റാലിൻ ശിവദാസനെ ആദരിക്കുന്നവൻ. അതുകൊണ്ട് ഞാനിത് കൊടുക്കില്ല. അച്ഛൻ സ്റ്റേഷനിൽ പോയിരുന്നല്ലേ? മകനെ കൊലക്കേസിൽ പ്രതിയാക്കിയിട്ട് അച്ഛൻ ആളാവണം. പഴയ സർവോദയനാഥ് അവന്റെ ചീപ്പ് സെൽഫിഷ് മെന്റാലിറ്റി ആൻഡ് യോ. നിർത്തടാ. അറുങ്കൊല നടത്തിയിരുന്ന് രക്ഷപ്പെടുന്ന കരുതണ്ട, അനുഭവിക്കും. ഇല്ല, കൊല്ലാൻ വരുന്നവരെ കൊല്ലണം. കൂടെ നിന്ന് ചതിച്ചവരെ, പാർട്ടിയെ ഒറ്റിക്കൊടുത്തവരെ ശിക്ഷിക്കേണ്ടി വരും. അവരാരായിരുന്നാലും, സ്വന്തം അച്ഛനായിരുന്നാൽ പോലും. ഭീഷണിപ്പെടുത്തുന്നടാ. മേലിൽ ഇത് ആവർത്തിക്കരുത്, സൂക്ഷിച്ചോ. നമ്പ്യാരെ, അവന്മാരോട് ഈ കേസ് അന്വേഷിക്കേണ്ടെന്ന് വിളിച്ചു പറഞ്ഞില്ലേ? അപ്പോ കസ്റ്റഡിയിലെടുത്ത ജയചന്ദ്രനൊക്കെ അന്വേഷണം നിർത്തിവെച്ചില്ലേ? ഇനി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കസ്റ്റഡിയിലെടുത്തവർ കുറച്ചു ദിവസം റിമാൻഡ് കഴിയട്ടെ. തെറ്റിദ്ധരിക്കരുത്. ഇടതുപക്ഷക്കാരുടെ അക്രമങ്ങളെ നേരിടാൻ അഹിംസയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ പാർട്ടിക്കാർക്കാവില്ല. ലീഡർ തെറ്റിദ്ധരിക്കരുത്. ഇടതുപക്ഷക്കാരുടെ അക്രമങ്ങളെ നേരിടാൻ അഹിംസയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ പാർട്ടിക്കാർക്കാവില്ല. അതിന് BSS തന്നെ വേണം. തലശ്ശേരിയിലും കണ്ണൂരിലും ആലപ്പുഴയിലും കൊന്നതും ചത്തതും ഒക്കെ അവരല്ലേ. ഈ സംഘത്തെ പിണക്കുന്നത് ശരിയല്ല, പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ. വർഗീയ പാർട്ടിയാണെങ്കിലും അടുത്ത തെരഞ്ഞെടുപ്പിൽ അവരും നമ്മളുമായിട്ട് രഹസ്യ ധാരണയിലെത്താൻ ശ്രമിക്കുകയാണ്. അത് ഏതാണ്ട് ശരിയായി വരിക. ആ നിലയ്ക്ക് കസ്റ്റഡിയിലെടുത്തവരെയൊക്കെ തയ്ക്കണം. എന്താണോ നമ്പ്യാർ നിങ്ങളുടെ അഭിപ്രായം? നരേന്ദ്രൻ മുതലാളി പറഞ്ഞതാണ് ശരി. പിന്നെ ജയന്റെ അച്ഛൻ ശ്രീകണ്ഠൻ നായർ നമ്മുടെ കരയോഗത്തിന്റെ പ്രസിഡന്റ് ആണെന്ന് കൂടി ഓർക്കണം. അദ്ദേഹം CM-നെയും കാത്ത് പുറത്തു നിൽപ്പുണ്ട്. ശ്രീകണ്ഠൻ നായർ ധൈര്യമായിട്ട് പൊക്കോളൂ. എല്ലാം ഞാൻ വേണ്ടതുപോലെ ചെയ്യുന്നുണ്ട്. ഇത് അച്ഛാന്ന് വിളിച്ചുകൊണ്ടായിരിക്കും അല്ലേ? എന്റെ മകൾ പങ്കജത്തിന്റെ കൂട്ടുകാരിയാ, ശ്രീകലാ മേനോൻ. നമുക്കേ ഈ ട്രോളിങ്ങിനെതിരായി ഒരു ബന്ധോ ഹർത്താലോ സംഘടിപ്പിക്കണം സഖാവേ. ബന്ധു ഹർത്താലും എത്ര ആയടോ? ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്നതിനൊരു അതിര് വേണ്ടേ? കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ മരിച്ചുപോയ നേതാക്കന്മാരുടെ പേരിൽ നമ്മൾ എത്ര ബന്ധം നടത്തി? അതിനെന്താ, നേതാക്കന്മാർ മരിച്ചാൽ പിന്നെ നമ്മൾ അനുഭവിക്കണ്ടേ? വേണോടോ, പക്ഷെ അത് കടയടപ്പിച്ചും ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാകരുത്. അങ്ങനെ ചെയ്താൽ മരിച്ചവരോട് ബഹുമാനമല്ല ജനങ്ങൾക്ക് തോന്നുക, വെറുപ്പും വൈരാഗ്യമായിരിക്കും. നിങ്ങൾക്കൊക്കെ അത്ര നിർബന്ധമാണെങ്കിൽ നമുക്കൊരു പ്രതിഷേധ പ്രകടനമാവാം, അല്ലേ ശിവേട്ട? അപ്പൊ ഒരു കാര്യം ചെയ്യും, കിട്ടാവുന്നിടത്തോളം ആളുകളെ സംഘടിപ്പിച്ച് നേരെ കോട്ട മൈതാനത്തേക്ക് വരിക. ഞാൻ യോഗസ്ഥലത്തുണ്ടാവും. ദിവാകരന്റെ സ്വജനപക്ഷപാതം അവസാനിപ്പിക്കുക. സർക്കാർ നീതി പാലിക്കുക. കാലം നിങ്ങളുടെ കവിളിൽ കരിയാൽ ദ്രോഹി എന്നു വരയ്ക്കുമ്പോൾ ആവേശത്താൽ ഞങ്ങൾ വിളിക്കും. അനുവദിക്കില്ല, 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 അനുവദിക്കില്ല. ട്രോളിംഗ് ഞങ്ങൾ അനുവദിക്കില്ല. തൊഴിലാളി ഐക്യം സിന്ദാബാദ്. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഈ ഘോഷയാത്രയിലേക്ക് നിങ്ങൾ നുഴഞ്ഞു കയറുക. ജനങ്ങൾ വെറുക്കുന്ന വിധത്തിൽ കഴിയുന്നിടത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുക. പ്രകടനത്തെ അലങ്കോലപ്പെടുത്തുകയാണ് നമ്മുടെ ലക്ഷ്യം. ചെല്ല്. ഇൻകുലാബ്
ഞങ്ങളിൽ ഒന്നിനെ തൊട്ടു കളിച്ചാൽ ഇല്ലം കണ്ടു മരിക്കത്തില്ല. ദിവാകര സൂക്ഷിച്ചോ. നിർത്തൂ. ഈ പ്രകടനം തടയണമെന്നാണ് CM-ന്റെ ഓർഡർ. ദയവായി നിങ്ങൾ എല്ലാവരും പിരിഞ്ഞു പോകണം. മത്സ്യത്തൊഴിലാളി ഐക്യം. പോലീസ് തീരുമാനിക്കുക. മത്സ്യത്തൊഴിലാളി ഐക്യം. തൊഴിലാളി ഐക്യം. ഇല്ല, ചില നാശങ്ങൾ പറ്റിയിട്ടുണ്ടാവും. സർ. നമസ്കാരം സഖാവേ. സാറ് സഞ്ചീറിലെ അമിതാഭ് ബച്ചനാകണം. എന്തോ അങ്ങയെപ്പോലെയുള്ള ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കാണാൻ വരുന്ന പാവങ്ങൾക്ക് ഇരിക്കാനുള്ളതല്ലേ സാറേ ഈ കസേര? തന്നെ പോലുള്ള റൗഡികൾക്കല്ല. എഴുന്നേക്കണോ. റൗഡി തന്റെ മറ്റവൻ. എന്താ പറഞ്ഞത്? കൈയിട്. വാട്ട് ഈസ് ഗോയിങ് ഓൺ ഹിയർ? മനുഷ്യരുടെ ക്ഷമ പരീക്ഷിക്കരുത്. കഴിഞ്ഞ 6 മാസമായിട്ട് എത്ര കൊലപാതകങ്ങൾ ഇവിടെ നടന്നു. ഞങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട എത്ര പേരെ വെട്ടിയും കുത്തിയും കൊന്നു. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് കൊലയാളികളിൽ ഒരാളെയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞോ? ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കുറെ പേരെ കസ്റ്റഡിയിൽ എടുത്തു എന്നല്ലാതെ അവരിൽ ഒരാളുടെ പേരിലെങ്കിലും നിങ്ങൾ കേസ് ചാർജ് ചെയ്തോ? മാത്രമല്ല, ഇന്ന് സമാധാനപൂർവ്വം പ്രകടനം നടത്തിയ ഞങ്ങളിൽ ചിലരെ അനാവശ്യമായിട്ട് തല്ലിച്ചതക്കുകയും ചെയ്തു. തെരുവിൽ കൊള്ളയടിക്കുന്നു, അക്രമം കാണിക്കുന്നതാണോ സമാധാനം? അക്രമം കാണിച്ച ഞങ്ങളല്ല. Yes. Don't blame others. It is you, your people in the procession. അല്ല, തെരുവ് റൗഡികളും സാമൂഹ്യ വിരുദ്ധരും വാടക ഗുണ്ടകളുമാണ്. പ്രകടനത്തെക്കുറിച്ച് നേരത്തെ അറിവുണ്ടായിട്ടും ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരാതെ അതിനവർക്ക് അവസരം ഉണ്ടായി കൊടുത്തത് നിങ്ങൾ തന്നെയാണ്. Are you making complaints against us? പുതുതായി ചാർജ് എടുത്ത താങ്കൾക്ക് ഈ സ്റ്റേഷനെ കുറിച്ച് ഒന്നും അറിയില്ല. ലോക്കപ്പിൽ വെച്ച് ചവിട്ടിക്കുന്ന ഒരാളെ അണ്ടർവെയറിന്റെ ഇലാസ്റ്റിക് വളിയിൽ കെട്ടിത്തൂക്കിയത്, ഭരണകക്ഷി നേതാവിനെ പ്രീണിപ്പിക്കാൻ എതിരാളിയുടെ മലദ്വാരത്തിൽ ലാത്തി കുത്തിക്കയറ്റിയത്, 15 വയസ്സുകാരി പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്തത്, ഇതിനൊക്കെ നേതൃത്വം കൊടുത്തത് ഈ നിൽക്കുന്ന തങ്കച്ചനാണ്. സ്റ്റേഷനിൽ വന്ന് അനാവശ്യം പറയരുത്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ലാത്തി ചാർജിൽ പരിക്കേറ്റ പലരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കസ്റ്റഡിയിലെടുത്ത വേറെ ചിലർ ഇതിനകത്തുണ്ട്. അവർക്ക് ഈ അനുഭവം ഉണ്ടാകരുത്. അവരുടെ ശരീരത്തിൽ ഒരു പോറലെങ്കിലും ഏറ്റാൽ നിങ്ങൾ അതിന് ഉത്തരം പറയേണ്ടി വരും. മനസ്സിലായോ? തന്നോടും കൂടെ ചേർത്താ